ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം കണ്ടെത്തി. ബെല്ലാരിയിലെ റൊദ്ദം ജുവലറിയിൽ നിന്നാണ് പോറ്റി വിറ്റ സ്വർണം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത്. ഗോവർദ്ധന് നൽകിയ സ്വർണ്ണക്കട്ടിയാണ് കണ്ടെത്തിയത്. വിനീഷ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണമാണ് ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പോറ്റി വിറ്റ സ്വർണം ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുക്കുമ്പോൾ അത് തെളിവുകൾ കൂടുതൽ ബലപ്പെടുത്തുന്നതല്ലേ? ഇനി മറ്റു പലരിലേക്ക് കൂടി അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഇതോടുകൂടി ഉടലെടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ സംശയമില്ല. നിർണായകമായ ഒരു തെളിവിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത്രയും കാലമായിട്ടും ഈ സ്വർണം ഇതുവരെയും ഉരുക്കി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ലേ എന്ന ചോദ്യം പ്രധാനമായി ഉയരുന്നു. അത്തരത്തിലുള്ളൊരു സംശയം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണം ഗോവർദ്ധൻ ഈ ബെല്ലാരിയിലെ ജുവലറിയിൽ എത്തിച്ചു. അത് സ്വർണ്ണക്കട്ടിയായി എത്തിച്ചു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ ഒരു സ്വർണ്ണക്കട്ടി ഇങ്ങനെ തന്നെ സൂക്ഷിക്കാനുണ്ടായ കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കട്ടി മറ്റു ആഭരണങ്ങളാക്കി മാറ്റാത്ത ഒരു സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം നിർണായകമായ ഒരു തെളിവിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണക്കട്ടിയാണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണ്ണക്കട്ടി തന്നെയാണോ ഇപ്പോൾ ഈ ഗോവർദ്ധന് കൈമാറി ഗോവർദ്ധൻ ഇത്തരത്തിൽ ഈ ഒരു ബെല്ലാരിയിലെ ജുവലറിയിൽ വിറ്റത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ അതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചില സംശയങ്ങൾ അതിൽ നിന്ന് ഉളവാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില ആളുകളിൽ നിന്ന് സംഭാവനകളായി സ്വർണം സ്വീകരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. അത്തരം സ്വർണമാണോ ഇത് എന്ന് സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷെ വ്യക്തത വരാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്നായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്നത് അന്വേഷണത്തിൽ നിർണായകമായ ഒരു തെളിവിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. രോഹിണി. വിനീഷ്, അതോടൊപ്പം തന്നെ ഈ സ്വർണം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇതിൻ്റെ കാലയളവ്, ഇതെപ്പോഴാണ് ഗോവർദ്ധന് കൈമാറിയത്, ഇതിൻ്റെ ബാക്കി സ്വർണം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത് മറ്റ് രൂപമാറ്റമൊന്നും വരുത്താതെ ഈ രീതിയിൽ തന്നെ ഗോവർദ്ധൻ അത് സൂക്ഷിച്ചതിൻ്റെ അടിസ്ഥാനമെന്ന് പറയും. നമുക്ക് എല്ലാവർക്കും അറിയാം, അയ്യൻ്റെ സ്വർണ്ണമാണ്, ഇത് ഇത്തരത്തിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം വരും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പലർക്കും കൈമാറിയതും വിറ്റതും എന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് കൈപ്പറ്റിയവർ ആ രൂപത്തിൽ തന്നെ അത് സൂക്ഷിച്ചതും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് മുതലെടുത്തുകൊണ്ട് പല രീതിയിലും ഇത്തരം കൊള്ളകൾ പലരിലേക്കും കൊണ്ടുചെന്നെത്തിച്ചു, സാമ്പത്തിക നേട്ടം കൊയ്തു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു സാധാരണ കീഴ്ശാന്തിയായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിൻ്റെ ഭാഗമാകുന്നത്. ആ കീഴ്ശാന്തിയായി ദേവസ്വം ബോർഡിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഇത്ര വലിയ സ്വാധീനമുണ്ടാക്കി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് ആരാണ്? ഇതിന് ഗൂഢാലോചന നടത്തിയത് ആരൊക്കെ എന്ന് സംബന്ധിച്ചുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സമാനമായ രീതിയിൽ അന്നത്തെ ഭരണസമിതിയിലെ അംഗങ്ങളോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് കൂടുതൽ തെളിവുകളിലേക്ക് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു പ്രധാന തടസ്സമായി അന്വേഷണത്തിന് ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത്. അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നെടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗോവർദ്ധന് കൈമാറിയ ഈ സ്വർണം ലഭിച്ചതായുള്ള വിവരങ്ങൾ. ഗോവർദ്ധന് കൈമാറിയ ഈ സ്വർണം, ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണം ഗോവർദ്ധൻ ബെല്ലാരിയിലെ ഈ ഒരു ജുവലറിയിൽ വിറ്റു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഐശ്വര്യത്തിൻ്റെ ഭാഗമായാണോ ഇത് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൊടുത്ത തരത്തിൽ സ്വർണം അത്തരത്തിൽ കട്ടിയായി തന്നെ സൂക്ഷിച്ചിരുന്നത് ഐശ്വര്യം ലഭിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും
വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിർണായകമായ ഒരു തെളിവ് അല്ലെങ്കിൽ തൊണ്ടി മുതൽ എന്ന ഒരു ഘട്ടത്തിലേക്ക് തൊണ്ടി മുതൽ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. അത് കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെളിവാണ്. കാരണം ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഈ ഓരോ കേസിലും കോടതിയുടെ മുന്നിലേക്ക് പരിഗണനയിലേക്ക് ഈ കേസുകൾ എത്തുന്ന സമയത്ത് ഏറ്റവും അവസാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചോദ്യം തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചു എന്നതാണ്. ആ തൊണ്ടി മുതൽ ഹാജരാക്കുന്നതോടുകൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെളിവ് കോടതിയിൽ ഹാജരാക്കി ആ കേസന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ്. അതേസമയം തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഇതിലെ ഗൂഢാലോചന നടത്തിയത് ആരൊക്കെ, ഈ ഗൂഢാലോചനയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ നിന്നത് ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോഴും ഈ ഒരു അന്വേഷണ സംഘത്തിന് പൂർണ്ണമായും എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു കീഴ്ശാന്തിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഇത്രയും വലിയ തട്ടിപ്പ് ആ ക്ഷേത്രത്തിൽ ശബരിമലയിൽ നടത്തി എന്നത് സംബന്ധിച്ചുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. ആരുടെയൊക്കെയെങ്കിലും കൃത്യമായ സഹായം, കൃത്യമായ പിൻബലം അതൊന്നും ലഭിക്കാതെ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല. മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, മുരാരി ബാബുവിനെ സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ ഒരു സൈഡിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന 2019 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും ആ ചോദ്യം ചെയ്യലൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ ഈ മുരാരി ബാബുവിനെ വരെ സ്വാധീനിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചോ എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, അന്നത്തെ ദേവസ്വം മന്ത്രി, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ്, ഇവർക്കൊക്കെയുള്ള ബന്ധങ്ങൾ, അവരെയൊക്കെ പ്രതി ചേർക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ചില ആളുകളെ പ്രതി ചേർക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. മറ്റേ നിർണായകമായി ഭരണസമിതിയിൽ അന്നുണ്ടായിരുന്ന എല്ലാവരെയും പ്രതി ചേർക്കാൻ, പ്രത്യേകിച്ച് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് 2019 ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇറങ്ങുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പരിശോധന നടത്തേണ്ടത് ഭരണസമിതിക്കും ചുമതലയുണ്ട്. ആ ഘട്ടത്തിൽ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായി. പക്ഷേ ആ വീഴ്ചയെ സംബന്ധിച്ചുള്ള അത് മനഃപൂർവ്വമാണോ അല്ലാതെയാണോ ഉണ്ടായ വീഴ്ച എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോഴും എത്താൻ ഉദ്യോഗസ്ഥർക്കോ അന്വേഷണ സംഘത്തിനോ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ഘട്ടം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അന്വേഷണത്തിലെ പുരോഗതി എന്ന് പറയുന്നത് കേസിൻ്റെ നിർണായകം ആയ ഒരു ഘട്ടത്തിലേക്ക് തൊണ്ടി മുതൽ കണ്ടെത്തിയിരിക്കുന്നു. ആ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതോടുകൂടി കേസിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. പക്ഷേ ഗൂഢാലോചനയുടെ ഭാഗം അപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനിയും വലിയ വമ്പൻ സ്രാവുകൾ ഇതിൽ കുടുങ്ങാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് അന്വേഷണ സംഘവും നൽകുന്നത്. രോഹിണി. ശരി വിനീഷ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം കണ്ടെത്തി. ബെല്ലാരിയിലെ രൊദ്ദം ജുവലറിയിൽ നിന്നാണ് പോറ്റി വിറ്റ സ്വർണം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത്. ഗോവർദ്ധന് നൽകിയ സ്വർണ്ണ കട്ടിയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം.